ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊളാജിനെ കുറിച്ചാണ്. അപ്പോൾ കൊളാജിനെ കുറിച്ച് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അത് എന്താണ്, നമ്മൾ എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ എക്സ്റ്റേണൽ കൊളാജൻ സപ്ലിമെൻ്റായ മൈറ്റി കൊളാജൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂവും എക്സ്പീരിയൻസും കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്താണ് കൊളാജൻ എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഈ കൊളാജൻ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ എല്ലാവരും റീസെൻ്റ്ലി കേട്ടിട്ടുണ്ടാവും കൊളാജൻ അതെന്താണെന്നൊക്കെ. എന്നാലും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പ്രോട്ടീനാണ്. അമിനോ ആസിഡ് കൊണ്ടുണ്ടാക്കിയ ഒരു പ്രോട്ടീനാണ് കേട്ടോ. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് പോലെയാണ് അത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിൽ, ഹെയറിൽ, ബോൺസ്, ടെൻഡൻസ്, ലിഗമെൻറ്റ്സ് എല്ലാത്തിലും വൈറ്റൽ ഓർഗൻസിലൊക്കെ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊളാജൻ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏജിങ്ങിനനുസരിച്ച് കുറഞ്ഞു വരുന്ന ഒരു ഇതാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിലാണെങ്കിൽ കൊളാജൻ പ്രവർത്തിക്കുന്നത് മൂലം നമ്മുടെ സ്കിന്നിൽ നല്ല സ്ട്രെങ്തും എലാസ്റ്റിസിറ്റിയും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സ്കിന്നിന് നല്ല റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും വരാതെ തന്നെ നമ്മുടെ കൊളാജൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഹെയറിൻ്റെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കൊളാജൻ നമ്മുടെ ഹെയർ പ്രോട്ടീനായ കെരാറ്റിൻ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പ്രോട്ടീൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ നല്ലോണം സ്ട്രെങ്തൻ ആവാനും നല്ല മുടി അടിപൊളിയായിട്ട് വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കൊളാജൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെയിൽസിൽ പോലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ നെയിലൊക്കെ ബ്രിട്ടിലാവാണ്ട് നല്ല സ്ട്രെങ്തോട് കൂടി നല്ല ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ആണ് നമ്മുടെ കൊളാജൻ ബോഡിയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഏജ് അനുസരിച്ച് വരുമ്പോഴേക്കും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറഞ്ഞു വരും. അപ്പോൾ നമുക്ക് കുറയാതിരിക്കാനും നമുക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം വരും. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കൊളാജൻ്റെ മാത്രമല്ല, ഇപ്പോൾ കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻസ് ഒക്കെ നമ്മൾ എക്സ്റ്റേണലി സപ്ലിമെൻറ്റ് ചെയ്യില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ കൊളാജൻ്റെ കാര്യം വരുമ്പോഴേക്കും ഏജിങ്ങിനനുസരിച്ച് ഈ കൊളാജൻ പ്രൊഡക്ഷൻ കുറഞ്ഞു വരുന്നതാണ്. അപ്പോൾ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കൊളാജൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ എന്ന് പറയുന്നത്. ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ജപ്പാനീസ് മറൈൻ കൊളാജൻ പെപ്റ്റൈഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഈ മറൈൻ കൊളാജൻ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നമ്മുടെ കൊളാജൻ്റെ ബയോ അവൈലബിലിറ്റി ഭയങ്കര റിച്ച് ആണ്. മറൈൻ കൊളാജൻ എന്ന് പറയുമ്പോൾ അതായത് നമ്മൾ ഫിഷിൽ നിന്നാണ് ഈ ഒരു കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മറൈൻ കൊളാജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വീക്സ് ആണ് ആയത്. ഇതിൽ എനിക്ക് വിസിബിളായിട്ട് തോന്നിയിട്ടുള്ളൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ നന്നായി തന്നെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ സ്കിന്നിലൊക്കെ ഒരു വിസിബിൾ ചേഞ്ച് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തായാലും നമ്മളിത് സപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിന്നിലൊക്കെ സാഗിങ്ങും അതുപോലെ തന്നെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒന്നും തന്നെ വരില്ല. നമ്മളൊരു 50+ ഏജ് ആയാൽ പോലും നമ്മൾ കൊളാജനൊക്കെ നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഒരു ഇഷ്യൂസും വരില്ല. അപ്പോൾ സ്കിന്നിലും ഹെയറിലും മാത്രമല്ല, നമ്മുടെ ബോൺസിൻ്റെ ആരോഗ്യത്തിനായാലും, ബോൺസ്, ലിഗമെൻറ്റ്സ്, ബാക്കിയുള്ള ഓർഗൻസിൻ്റെ ഫങ്ഷനിലായാലും എല്ലാത്തിലും നമ്മുടെ ഈ ഒരു കൊളാജൻ്റെ റോള് ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ ഇത് സപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരില്ല. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷീക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലൊരു ഗ്ലാസ്സിൽ 250 ml വാട്ടർ അല്ലെങ്കിൽ 200 ml വാട്ടറാണ് എടുക്കേണ്ടത്. പ്ലെയിൻ വാട്ടർ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ 250 ml വാട്ടറാണ് എടുക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ കലക്കി വേണമെങ്കിലും കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു റെസിപ്പിയുടെ കൂടെ ആഡ് ചെയ്ത് നമുക്കിത് കൺസ്യൂം ചെയ്യാന്നുള്ളതാണ്. പാൻ കേക്കോ സ്മൂത്തീസോ ഐസ്ക്രീംസോ അല്ലെങ്കിൽ ഏതെങ്കിലും പുഡിങ്ങിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കൺസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ഡയറക്റ്റ്ലി ഇങ്ങനെ നമ്മുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ബോട്ടിലിൻ്റെ കൂടെ ഇതുപോലൊരു സ്കൂപ്പ് ചെയ്യാനുള്ള ഒരു സ്പൂണും കൂടി കിട്ടും. അപ്പോൾ ഒരു സ്കൂപ്പിൽ നമുക്ക് 8000 mg ഓഫ് കൊളാജനാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഒരു സ്കൂപ്പ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ 250 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് കുടിക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് ഡിസോൾവ് ചെയ്തതിന് ശേഷം കൺസ്യൂം ചെയ്യാം കേട്ടോ.
അപ്പോൾ ദേ ഇത് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട്. ഇതിനൊരു ലെമണേഡ് ഫ്ലേവറാണ് കേട്ടോ ഉള്ളത്. പിന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഫുഡിന് ശേഷം മാത്രമാണ് ഇത് കൺസ്യൂം ചെയ്യാനുള്ളത്. ആഫ്റ്റർ മീലാണ് കേട്ടോ. വെറും വയറ്റിൽ ഇത് കുടിക്കരുത്. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം, പ്രിഫറബിളി ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ നൈറ്റ് ടൈമിൽ കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ കൺസ്യൂം ചെയ്യുന്നത് രാത്രിയാണ്. അപ്പോൾ ഇത് നല്ലൊരു ലെമണേഡ് ഫ്ലേവറാണുള്ളത്. മറൈൻ കൊളാജൻ ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫിഷി കൈൻഡ് ഓഫ് അങ്ങനത്തെ യാതൊരുവിധ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു റെസിപ്പിയുടെ കൂടെ വേണമെങ്കിലും ആഡ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ്ലി നമുക്ക് കൺസ്യൂം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് വളരെ സേഫ് ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റിയ ഒരു എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു സെർവിങ്ങിൽ തന്നെ നമുക്ക് 8000 mg ഓഫ് മറൈൻ കൊളാജൻ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മറൈൻ കൊളാജൻ ആണെന്ന് വിചാരിച്ചിട്ട് ഇതിനൊരു ഫിഷി കൈൻഡ് ഓഫ് ഫ്ലേവർ ഒന്നും അല്ല കേട്ടോ. ഇതിനൊരു ലെമൺ ഫ്ലേവർ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കൺസ്യൂം ചെയ്യാനും വളരെ ടേസ്റ്റി ആയിരിക്കും. അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ജപ്പാനീസ് മറൈൻ കൊളാജൻ അല്ലാതെ വേറൊരു പ്രോഡക്റ്റും കൂടി ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അസ്താസാന്തിൻ എന്ന് പറയും. അത് 2 ഗ്രാമോളം ഇതിൽ ഓരോ സെർവിങ്ങിലും അടങ്ങിയിട്ടുണ്ട്. അതാണ് അസ്താസാന്തിൻ എന്ന് പറയും. അസ്താസാന്തിൻ എന്ന് പറയുമ്പോൾ ഒരു പവർഫുൾ, വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈവൻ നമ്മുടെ വൈറ്റമിൻ സി ആൻഡ് ഇനെ കമ്പയർ ചെയ്യുമ്പോൾ പോലും 10 മടങ്ങ് സ്ട്രോങ് ആയിട്ടുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഈ അസ്താസാന്തിൻ എന്ന് പറയുന്നത്. അതും ഈ മൈറ്റി കൊളാജൻ, അതായത് നമ്മുടെ ഈ ജപ്പാനീസ് മറൈൻ കൊളാജൻ്റെ കൂടെ ഈ ഒരു അസ്താസാന്തിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ് നമ്മുടെ ഈ കൊളാജൻ പൗഡർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ ഒരു സപ്ലിമെൻ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്കിത് സേഫായിട്ട് കൺസ്യൂം ചെയ്യാനും പറ്റും. ഇത് ഹലാൽ സർട്ടിഫൈഡ് ആൻഡ് മെർക്കുറി ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു മറൈൻ കൊളാജൻ പ്ലസ് ഈ അസ്താസാന്തിൻ കമ്പൈൻഡ് എഫക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊളാജൻ എന്ന് പറയുന്ന ബോഡിയിൽ അത്രയും വലിയ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഉള്ളതാണ്. അപ്പോൾ അത് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഡെഫിഷ്യൻസീസ് നമ്മൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇപ്പോഴേ സപ്ലിമെൻറ്റ്സ് എടുത്ത് തുടങ്ങാം. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 20 അല്ലെങ്കിൽ 18 ബിലോ ആയിട്ടുള്ള കുട്ടികൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനധികം നമ്മുടെ ബോഡി തന്നെ നാച്ചുറലി കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 18+ ആയിട്ടുള്ളവർ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കിഡ്നി ഫങ്ഷൻസ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറെ കണ്ടിട്ട് യൂസ് ചെയ്യുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രോട്ടീനാണ്, അമിനോ ആസിഡ്സ് അടങ്ങിയിട്ട് ഉള്ള ഒരു പ്രോട്ടീനാണല്ലോ ഇത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള സപ്ലിമെൻറ്റ്സ് എടുത്താൽ മതി. ഇതല്ല ഏതൊരു എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് ആയാലും നമ്മളത് കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും മാത്രമേ പറയാനുള്ളൂ. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നോ ഹെയറോ മാത്രമല്ല, നമ്മുടെ ജോയിൻസിനായാലും ബോൺസിനായാലും ഓവറോൾ ഫുൾ ഹെൽത്തിന് വളരെ നല്ലതാണ് നമ്മൾ ഈ ഒരു കൊളാജൻ സപ്ലിമെൻ്റ് എടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാനുള്ള കൂപ്പൺ കോഡ്, എൻ്റെ കൂപ്പൺ കോഡ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബൈയിങ് ലിങ്കും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതിലൂടെ കയറിയിട്ട് എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്തുകൊണ്ട് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജൻ സപ്ലിമെൻറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ബൈയിങ് ലിങ്കിൽ കയറിയിട്ട് എൻ്റെ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്ത് മേടിക്കാം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൈസ് വന്നിട്ട് 2500 ആണ് വരുന്നത്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും വാങ്ങി നോക്കൂ. നല്ല റിസൾട്ട് തരുന്ന ഒന്നാണ്. നമ്മളിപ്പോൾ പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നില്ലേ, നമ്മൾ എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സ്. നമ്മളിപ്പോൾ മൾട്ടി വൈറ്റമിൻ എടുക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ മീൻ ഗുളിക കഴിക്കത്തില്ലേ, നമുക്ക് എന്തിനാണ് അത് മീൻ ഗുളിക കഴിക്കുന്നത്, omega-3 ഫാറ്റി ആസിഡ് കിട്ടാനല്ലേ. അപ്പോൾ ഇതെല്ലാം ഒരു എക്സ്റ്റേണൽ സപ്ലിമെൻറ്റ്സിൽ വരുന്ന പോലെ തന്നെയാണിത്. നമ്മൾ കാൽഷ്യം സപ്ലിമെൻ്റ് ഒക്കെ എടുക്കുന്ന പോലത്തെ ഒന്ന് തന്നെയാണ് ഈ ഒരു കൊളാജൻ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് ഉണ്ടാവും. അത് നമുക്ക് ഏജ് കൂടുന്തോറുമാണ് അത് മനസ്സിലാവുന്നത്. നമുക്ക് ഇപ്പോൾ അത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചൊന്നും വരില്ല. കാരണം ഏജ് കൂടുന്തോറുമാണ് നമുക്ക് ഈ ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ ബോൺ ലോസും ഈ ഓസ്റ്റിയോപൊറോസിസ് ഒക്കെ കേട്ടിട്ടില്ലേ, എല്ല് തേയ്മാനം, അങ്ങനത്തെ ഉള്ള അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഈ ഒരു സപ്ലിമെൻറ്റ്സ് എടുക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എത്ര ഫുഡിൽ നിന്നൊക്കെ നമുക്ക് ഈ കൊളാജൻ കിട്ടും, എല്ലാം നമുക്ക് യൂസ്ഫുൾ തന്നെയാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ബോഡിയും കൂടി അതിനനുസരിച്ച് ഫങ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഫുഡിൽ നിന്നുള്ള കൊളാജനൊക്കെ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് എന്ന് പറയുമ്പോഴേക്കും അത് മാത്രമായിട്ട് നമുക്ക്
എന്താണോ നമ്മുടെ ബോഡിയിൽ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളത് അത് മാത്രം എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുകയാണ്. അതിനോളം എഫക്റ്റീവായിട്ട് നമ്മൾ ഫുഡിൽ നിന്ന് അല്ലെങ്കിൽ ഡയറ്റിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ എക്സ്റ്റേണൽ സപ്ലിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ഏർലി ആയിട്ട് തന്നെ നമ്മൾ ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിഷ്യൻസി ഒരിക്കലും ഭാവിയിൽ വരില്ല. അത് നമ്മൾ ഏജ് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മുടെ ഈ ഒരു ജോയിൻറ്റ് പെയിനും അതുപോലെ തന്നെ ഓസ്റ്റിയോപോറോസിസ്, പലതരത്തിലുള്ള നമുക്ക് ഏജ് കൂടുന്തോറുമുള്ള അസുഖങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ സ്കിന്നിലുള്ള സാഗിങ്ങും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ കൊളാജൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങി യൂസ് ചെയ്ത് നോക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.